പ്രശ്നമാണ് ഗൈസ്. അച്ഛന് വീഡിയോ കണ്ട് അച്ഛൻ്റെ ഫ്രണ്ട്സിൽ ഓരോന്നൊക്കെ പറഞ്ഞ് പിരിയേക്ക് ഇവിടെ ആകെ സീനാണ്. എന്താണ് ഞാൻ പറയുന്നില്ല, പറയാൻ ഞാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഇനി അത് കൂടുതലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു. ചപ്പാൻ തരുമോ? നിനക്ക് ചപ്പണെങ്കിൽ നീ വേറെ നീ പോയി ചരിപ്പോ അങ്ങനത്തെ പോയി ചപ്പടോ. എന്റെ അടുത്താണോ നീ ചോദിക്കുന്നത്? ആകെ പ്രശ്നമാണ് ഗൈസ്. അച്ഛന് വീഡിയോ കണ്ട് അച്ഛൻ്റെ ഫ്രണ്ട്സിൽ ഓരോന്നൊക്കെ പറഞ്ഞ് പിരിയേക്ക് ഇവിടെ ആകെ സീനാണ്. എന്താണ് ഞാൻ പറയുന്നില്ല, പറയാൻ ഞാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഇനി അത് കൂടുതലുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വ്യക്തി എല്ലാവർക്കും അറിയായിരിക്കും, അഞ്ജിത നായർ. അഞ്ജിത ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലാണ് ഇദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ കണ്ടാൽ നമ്മൾ അതിശയിച്ചു പോകും. ഒരു പെൺകുട്ടി കാണിക്കുന്നത് ഇങ്ങനെയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ലോകം മൊത്തം ആൾക്കാർ കാണുന്നുണ്ട്. അതുമാത്രമല്ല യൂട്യൂബിൽ മെമ്പർഷിപ്പ് ലൈവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 11 മണിക്ക് ശേഷം ഇതുപോലെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇളയമാർ വരെ വരുന്നുണ്ട്. അവർക്കൊക്കെ എന്താണ് ഈ ഒരു യൂട്യൂബിൽ ഇട്ട് മെമ്പർഷിപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിൽ കുറേ ആൾക്കാർ ഇങ്ങനെയുണ്ട്. കുറേ ആൾക്കാർ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങൾ കാണിച്ചിട്ട് അതിൽ പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിലിപ്പം അഞ്ജിത നായരുടെ കാര്യം അച്ഛൻ അറിഞ്ഞു, അച്ഛൻ അഞ്ജിത നായരുടെ വീഡിയോ കണ്ടു എന്നാണ് പറയുന്നത്. എന്തായാലും ആരോ ഒരു ഫോൺ എന്തെങ്കിലും മേടിച്ചു കൊടുത്തായിരിക്കും, ഇല്ലെങ്കിൽ ആരെങ്കിലും കാണിച്ചു കൊടുത്തായിരിക്കും. അപ്പോഴായിരിക്കും താൻ തങ്ങളുടെ കുടുംബത്തെ ഇത്രയധികം സ്നേഹിക്കുന്നൊരു മകളാണോ ഇങ്ങനെ നടക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ ചേച്ചി എന്ത് നീറ്റായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, എന്ത് നീറ്റായിട്ടാണ് വസ്ത്രം ധരിക്കുന്നത്, എന്ത് നീറ്റായിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കി പോകുന്നത്. പക്ഷെ ഇത് മാത്രം എന്താണ് ഇങ്ങനെ ആയിപ്പോയത്? തൻ്റെ ശരീരഭാഗം എവിടെയെങ്കിലും ഒന്ന് ഇങ്ങനെ ബൾജ് ചെയ്ത് കാണിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യമാണ് ആള് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇവരെന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഈ ഒരു ലോകമെമ്പാടും ആൾക്കാർ എന്ത് കണ്ണിലാണ് കാണുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ അതിലെന്തായാലും ബാഡ് കമൻറ്റ്സ് ആയിരിക്കാൻ വരുന്നത്. ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടെ? ഇനിയെങ്കിലും ഒരു കല്യാണപ്രായമായിട്ടുള്ള ഒരു പെൺകുട്ടിയല്ലേ, അപ്പോൾ ഇനിയെങ്കിലും അത് നിർത്തിയാൽ നന്നായിട്ട് നല്ല നല്ല വീഡിയോസ് ഇട്ടാൽ എന്താ റീച്ച് ആവില്ല എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാളുടെ വീഡിയോസ് ഇട്ടാൽ എപ്പോഴും റീച്ചാണല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ഫോട്ടോസും വീഡിയോസും? ആ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ആ ഒരു അച്ഛനും അമ്മയും. അവർ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത് ഇവിടം വരെ എത്തിച്ചിട്ട് മോള് കാട്ടിക്കൂട്ടുന്നത് ഈ ഒരു ലോകത്ത് ആൾക്കാർ ചിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറേ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർ വന്ന് മിണ്ടുന്നത് ഈ ഒരു കാര്യം വെച്ചിട്ടായിരിക്കത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇനിയെങ്കിലും ഒന്ന് നടത്താറായില്ലേ? എന്ത് പറയേ, ഇപ്പം യൂട്യൂബിൽ കുറേ ആൾക്കാരുണ്ട് മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറഞ്ഞിട്ട് 11-12 മണിക്ക് ശേഷമായിട്ട് വന്ന് അങ്ങ് കുത്തിയിരുന്ന് അങ്ങോട്ട് മെമ്പർഷിപ്പ് ലൈവാണ്. എന്തിനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇവർക്ക് മോശമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചാൽ അതിൽ കുറേ നരമ്പന്മാർ വരും. നരമ്പന്മാർ വന്നിട്ട് 2000-3000 രൂപ മുടക്കി ഇത് കാണാനിരിക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു തൃപ്തിയാണ് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക്. എന്ന് വെച്ചാൽ എന്താ പറയുക ഇതിനേക്കാൾ. അപ്പം അങ്ങനത്തെ ഒരു തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആൾക്കാർ, നരമ്പന്മാരെന്ന് തന്നെ നമുക്ക് പറയാം, നരമ്പന്മാർ മാത്രമേ ഇതിലേക്ക് പോകത്തുള്ളൂ. കുറേ ആൾക്കാരുണ്ട്. എടുത്ത് പറയുകയാണെങ്കിലും വളരെ മോശമായിട്ട് വൾഗറായിട്ട് കാണിച്ച് നടക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതും തൈക്കിളവിമാരാണ് കേട്ടോ. അതും പെൺകുട്ടികളൊന്നുമല്ല, തൈക്കിളവിമാരാണ് കാണിക്കുന്നത്. പെൺകുട്ടികൾ പിന്നെയും നീറ്റാണെന്ന് പറയാം. പക്ഷേ ഈ തൈക്കിളവിമാർക്ക് പൈസ ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാണിക്കണം. കാരണം സിനിമയിലൊന്നും എത്തിപ്പെടുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇതുവഴിയെങ്കിലും എന്തെങ്കിലും കാണിച്ച് എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാണിച്ച് എന്ന് പുറത്തേക്ക് എത്താം എന്നുള്ള രീതിയിലുള്ള കുറേ അമ്മച്ചിമാർ ഇതിൻ്റെ ഇടയിൽ കിടപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ഇവൾക്കൊന്നും വീട്ടിൽ ചോദിക്കാൻ പറയാൻ ആരുമില്ലെന്ന് ചോദിക്കും. ഈ ഒരു പെൺകുട്ടിക്ക് ഇനിയൊന്നും നിർത്തിക്കൂടെ? ഇത്രയൊക്കെ ആയില്ലേ? ആ ഒരു അച്ഛൻ്റെ അമ്മയ്ക്ക് നാണക്കേടില്ലേ? ഇതൊക്കെ പുറത്തിറങ്ങിയും അവർ മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് എന്ത് മാനം കെട്ടൊരു ഏർപ്പാടാണ്. തൻ്റെ മകള് കുടുംബം നോക്കുന്നത് ഈ ഒരു രീതിയിലാണെന്ന് ആ അച്ഛൻ ചിന്തിക്കത്തില്ലേ? അപ്പോൾ നേരത്തെ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛൻ എൻ്റെ ചക്ക കണ്ടു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ള വൾഗറായിട്ടുള്ള ഡയലോഗ്സാണ് ആളിട്ടിട്ടുണ്ടായിരുന്നത്. എന്തിനാ ഇത്ര ഇങ്ങനെ കുടുംബത്തെ നാണകെടുത്തുന്ന രീതിയിൽ? ഇനിയെങ്കിലും നിർത്തൂ. കാരണം ഇനിയെങ്കിലും നല്ല വീഡിയോസ് ഇട്ട് ആ ഒരു വീട്ടുകാർക്ക് നല്ലൊരു പേര് വാങ്ങിക്കൊടുക്കുക. അല്ലാണ്ട് ചുമ്മാ ഇതുപോലെ അവിടെ കാണിച്ച് ഇവിടെ കാണിച്ച് അങ്ങനെ ഇറുകിയ ഡ്രസ്സ് ഇട്ട് എന്താണ് ഇത്ര കാണിക്കാതിരിക്കുന്നത്? എല്ലാവർക്കും ഉള്ള സാധനങ്ങളൊക്കെ തന്നെയുള്ളത്. അതിന് ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ പ്രദർശിപ്പിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. സാധാരണ നോർമലായിട്ട് ഒരു പെൺകുട്ടി നോക്കിയാൽ ഒരു പ്രശ്നമില്ല, ആരും ഒന്നും പറയത്തില്ല. പക്ഷേ ഇങ്ങനെ കാണിച്ചാൽ മാത്രമേ റീച്ച് കിട്ടത്തുള്ളൂ എന്ന് വിചാരിച്ച് നടക്കുന്നുണ്ട് ഇപ്പം കുറേ ആൾക്കാർ. എന്താ അല്ലേ ഈ ലോകത്ത്? ഒന്നും പറയാതിരിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും മോശം.